നിങ്ങൾ എന്നെ പോലെ അരമണിക്കൂറിൽ 5 അലാറെങ്കിലും സെറ്റ് ചെയ്യുന്ന ഒരാളാണോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡെയിലി അലാറം വെക്കുന്നൊരു പേഴ്സൺ അല്ല. ബട്ട് ഇപ്പോൾ ലൈഫിൽ ചെറിയൊരു ഓൾട്രേഷൻ വേണമെന്നുള്ളതുകൊണ്ടും മോർണിംഗ് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കണമെങ്കിൽ നേരത്തെ എണീക്കണം എന്നുള്ളതുകൊണ്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ശ്രമമാണ് ഈ അലാറായിട്ടുള്ള മൽപ്പിടുത്തം. ഒരു ബാഡ് ഹാബിറ്റ് ശീലിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഒരു നല്ല ശീലം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത്തിരി പാടാണ്. പക്ഷേ never give up. Hi, this is Neetu here and welcome back to my YouTube channel Nee Thoughts by Neetu. ഒരു ഡിസ്ക്ലെയിമർ പറയാം, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു എസ്തെറ്റിക് റുട്ടീൻ വ്ളോഗ് അല്ല. ദിസ് ഇസ് സർവൈവൽ മോഡ്. സോ വെൽക്കം ടു മൈ വീഡിയോ, എ റിയൽ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് ബെഡിലിരുന്ന് ഫോൺ നോക്കുന്നൊരു സ്വഭാവം ഉണ്ട് അല്ലേ? തൽക്കാലത്തേക്ക് അതൊന്ന് നിർത്താം. വീണ്ടും ഷിഫ്റ്റ് ഓഫ് ഹാബിറ്റ്സ്. ലെറ്റ്സ് സീ എവിടെ വരെ പോകുന്നു. ആ ഫോണിൽ നോക്കിയിരിക്കുന്ന 10 മിനിറ്റ് നമുക്ക് യോഗ ചെയ്യാം. ഇത് പുതിയൊരു ശീലമൊന്നുമല്ല കേട്ടോ. ഈ ഒരു ശീലം ഞാൻ തുടങ്ങും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ നിർത്തും, വീണ്ടും ഞാൻ തുടങ്ങും, വീണ്ടും നിർത്തും. ഫുള്ളായിട്ട് അങ്ങോട്ട് നിർത്താൻ തോന്നിയിട്ടുമില്ല, അങ്ങനെ ഒരു ആഗ്രഹമില്ല. നമ്മളെ ബോഡിക്കും മൈൻഡിനൊക്കെ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. സോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടാണ്. പുട്ട് എനിക്കിഷ്ടമാണ്. പുട്ട്, പഴം, പപ്പടം. സോ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കോംബോ? കമൻറ്റ് ബിലോ. എനിക്കിന്നൊരു സ്ലോ ഡേ ആണ്. പ്രത്യേകിച്ച് വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒന്ന് ജേർണലിങ് ചെയ്യണം. ഇതൊരു പുതിയ ശീലമാണ് കേട്ടോ. എല്ലാവരും പല രീതിയിലായിരിക്കും ജേർണലിങ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ കുത്തിക്കുറിച്ച് വെക്കുക ചെയ്യുക. പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് അഫർമേഷൻസ്, അങ്ങനെ എനിക്ക് തോന്നുന്നതൊക്കെ. പിന്നീട് അതിരുന്ന് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് നല്ലൊരു എനർജിയാണ് കിട്ടുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലരൊക്കെ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന ഒരു ടൈം കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നമുക്കെന്തോ അവാർഡ് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഈ സ്ക്രോളിങ്ങിന് നമുക്കെന്തോ പേയ്മെൻറ്റ് കിട്ടുന്ന പോലെയൊക്കെയാണ്. ശരിയല്ലേ? അതുപോലെയുള്ള സമയത്ത് ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ തരുന്നതോ എനർജി തരുന്നതോ ആയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാമല്ലേ. ഇന്നൊരു പായസം ഉണ്ടാക്കാം. നല്ലൊരു സേമിയ പായസം. ഓരോ സ്പൂണ് പായസത്തിനും ഉണ്ട് ഒരു കഥ പറയാൻ. സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, പ്രതീക്ഷയുടെ, അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ പായസം പോലെ തന്നെയല്ലേ നമ്മളെ ജീവിതവും. ക്ഷമയോടെ, പ്രതീക്ഷയോടെ, ഇഷ്ടത്തോടെ അതൊന്ന് ഉണ്ടാക്കി നോക്കൂ. അതിൻ്റെ എൻഡ് റിസൾട്ട് വളരെ മനോഹരമായിരിക്കും. നമ്മൾ ഈ റഷ് ചെയ്യുന്ന ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പായസം നമ്മൾ റിമൈൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒക്കെ നമ്മളൊന്ന് സ്ലോ ഡൗൺ ആവണം. നമ്മൾ സ്ലോ ഡൗൺ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺപ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളതല്ല. ഈ വേൾഡ് ചിലപ്പം വളരെ ഫാസ്റ്റായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളെ വേർത്ത് ചിലപ്പം ആ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തോളണമെന്നില്ല. യു ആർ അലൗഡ് ടു ഗോ അറ്റ് യുവർ ഓൺ പേസ്. സോ അങ്ങനെ ഈ പായസം ഉണ്ടാക്കൽ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ഉണ്ടായി വരാൻ സമയമെടുക്കും. അതുപോലെ തന്നെയാണ് നമ്മളെ ലൈഫും. സോ വെയിറ്റ് ഫോർ യുവർ ടേൺ. നമ്മളെല്ലാ ദിവസവും അങ്ങനെ പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. ജസ്റ്റ് റിയൽ, ഹോണസ്റ്റ് ആൻഡ് യോഴ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.